ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ളതായ സ്നേഹവന്ദനം. ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളേവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നമുക്കൊരുമിച്ച് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മളോട് ഇന്ന് എന്താണോ സംസാരിക്കാൻ പോകുന്നത് അത് കേൾക്കുവാൻ, അത് പൂർണ്ണമായി മനസ്സിലാക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ കാതിനെയും നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കേണ്ടതിന് നമ്മളെ സമർപ്പിക്കാം. പ്രാർത്ഥനയോടെ നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്നത്തെ ഈ നല്ല ദിവസത്തിൻ്റെ നല്ല സമയത്തിനായി നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് അങ്ങയുടെ വചനത്തിന് മുമ്പിൽ അടിയങ്ങൾ നിൽക്കുകയാണ്. കർത്താവെ, അവിടുത്തെ വചനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണം. സംസാരിക്കുന്ന അടിയനെ അനുഗ്രഹിക്കണം. കേൾക്കുന്ന അവിടുത്തെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണം. തിരുനാമ മഹത്വത്തിനായി അങ്ങയുടെ വചനം പങ്കുവയ്ക്കുവാൻ സഹായിക്കണം. ഈ ശുശ്രൂഷയുടെ ആദ്യോടന്തം അങ്ങയുടെ നടത്തിപ്പുണ്ടാകണം. സകലതും യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ. എല്ലാവരെയും ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. വീണ്ടും നമുക്ക് വചന പഠനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാം. നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ കാതിനെയും വചനത്തിൻ്റെ കേൾവിക്കായി സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ദ വാലി ഓഫ് ദ ഷാഡോ ഓഫ് ഡെത്ത്, മരണത്തിൻ്റെ താഴ്വര എന്നുള്ളതാണ്. മരണത്തിൻ്റെ താഴ്വര എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. നമുക്ക് വളരെ സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിത ക്ലേശങ്ങളിൽ പലവിധമായ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവിക നടത്തിപ്പ് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ചൊല്ലുന്നതും നമ്മൾ വായിക്കുന്നതും നമ്മൾ ആശ്രയം വെക്കുന്നതുമായ ഒരു സങ്കീർത്തനമാണ് 23-ാം സങ്കീർത്തനം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവിക നടത്തിപ്പ് ആവശ്യം എന്ന് നമുക്ക് തോന്നുന്നെങ്കിൽ നമുക്കൊരുമിച്ച് ആ സങ്കീർത്തനത്തെ ഇന്ന് ഒന്നുകൂടി ചിന്തിക്കുവാൻ ഇടയാക്കട്ടെ. നമുക്ക് ആ സങ്കീർത്തനം ചിന്തിക്കാം. ഒരുപക്ഷെ ഈ സങ്കീർത്തനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ നടത്തിപ്പ് ഏറ്റവും അധികമായി മനസ്സിലാക്കിയ ഒരു ജനമാണ് ഇസ്രായേൽ ജനം. ആ ദൈവിക നടത്തിപ്പിൻ്റെ അനുഭവം ഈ സങ്കീർത്തനക്കാരൻ പങ്കുവയ്ക്കുന്നത് നമുക്ക് ഈ സങ്കീർത്തനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്നും ദൈവം അവർക്ക് വാഗ്ദത്തം ചെയ്തതായ കനാൻ ദേശത്തിലേക്കുള്ളതായ യാത്ര, അതെങ്ങനെയായിരുന്നു അവരുടെ യാത്ര എന്നുള്ളത് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. ആവർത്തന പുസ്തകം 8-ാമത്തെ അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 15 മുതൽ 17 വരെ. അഗ്നിസർപ്പവും തേളും വെള്ളമില്ലാതെ വരൾച്ചയുമുള്ള വലിയതും ഭയങ്കരവുമായ മരുഭൂമിയിൽ കൂടി നിന്നെ കൊണ്ടുവരികയും തീക്കൽ പാറയിൽ നിന്ന് നിനക്ക് വെള്ളം പുറപ്പെടുവിക്കുകയും. നോക്കണം പ്രിയമുള്ളവരെ, നമ്മൾ ഈ വേദഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നത് 23-ാം സങ്കീർത്തനത്തിൽ ദൈവം ഇസ്രായേൽ ജനത്തെ നടത്തിയതായ വലിയ ഒരു നടത്തിപ്പ്. എങ്ങനെയാണ് നടത്തിയതെന്നാണ് നമ്മൾ കാണുന്നത്. മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനത്തെ എവിടെ നടത്തി? മരുഭൂമിയിലൂടെ നടത്തി. ആ മരുഭൂമി എങ്ങനെയുള്ള മരുഭൂമി എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത്. അഗ്നിസർപ്പവും തേളും വെള്ളമില്ലാതെ വരൾച്ചയുമുള്ള വലിയതും ഭയങ്കരവുമായ മരുഭൂമിയിൽ കൂടി നിന്നെ കൊണ്ടുവരികയും തീക്കൽ പാറയിൽ നിന്ന് നിന്നെ വെള്ളം കൂടി പുറപ്പെടുവിക്കുകയും നിനക്ക് വെള്ളം പുറപ്പെടുവിക്കുകയും ചെയ്തു. നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിൻകാലത്ത് നിനക്ക് നന്മ ചെയ്യേണ്ടതിന് മരുഭൂമിയിൽ നിന്ന് നിന്റെ പിതാക്കന്മാർ അറിയാത്ത മന്ന കൊണ്ട് പോഷിപ്പിക്കുകയും ചെയ്ത നിന്റെ ദൈവമായ യഹോവയെ നീ മറന്നു കളഞ്ഞു. എൻ്റെ ശക്തിയും എൻ്റെ കൈയുടെ ബലവും ഈ സമ്പത്തുണ്ടാക്കി എന്ന് നിന്റെ ഹൃദയത്തിൽ പറയാതിരിപ്പാനും നീ സൂക്ഷിച്ചു കൊള്ളണം. പ്രിയമുള്ളവരെ, എന്തിനാണ് ദൈവം അവരെ ആ മരുഭൂമിയിലൂടെ നടത്തിയതെന്ന് ഈ വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു വാക്യം കൂടെ നമുക്ക് പരിശോധിക്കാം. യിരെമ്യാവിൻ്റെ പ്രവചനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം പറയുന്നത്, ഞങ്ങളെ മിസ്രൈം ദേശത്തുനിന്ന് പുറപ്പെടുവിച്ച് പാഴ്നിലവും കുഴികളുമുള്ള ദേശമായി, വരൾച്ചയും കൂരിരുളുമുള്ള ദേശമായി, മനുഷ്യ സഞ്ചാരമോ ആൾപ്പാർപ്പോ ഇല്ലാത്ത ദേശമായ മരുഭൂമിയിൽ കൂടെ ഞങ്ങളെ നടത്തിക്കൊണ്ടുവന്ന യഹോവ എവിടെയെന്ന് അവർ ചോദിച്ചില്ല.
നോക്കണം പ്രിയമുള്ളവരെ. അപ്പോൾ എങ്ങനെയുള്ള സ്ഥലത്തുകൂടെയാണ് ദൈവം അവരെ നടത്തിക്കൊണ്ട് വന്നത്? മരുഭൂമി, ആൾപ്പാർപ്പില്ലാത്ത സ്ഥലം, വരൾച്ചയും വെള്ളവുമില്ലാത്ത സ്ഥലം, കൂരിരുളും ഉള്ള സ്ഥലം, ഇങ്ങനെയുള്ള സ്ഥലത്തിലൂടെയാണ് ദൈവം അവരെ നടത്തിക്കൊണ്ട് വന്നത് എന്നത് നമുക്ക് ഈ ഭാഗത്തിലൂടെ മനസ്സിലാവുകയാണ്. അപ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ നടത്തിക്കൊണ്ട് വരികയാണ്. നോക്കണം, ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലേക്ക് നടത്തുന്നത് എപ്പോഴാണ്? മിസ്രൈമിൽ നിന്നും അവരെ വാഗ്ദത്ത കനാനിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ വാഗ്ദത്ത കനാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എന്താണ് അവർക്ക് ചെയ്യേണ്ടത്? അവർക്ക് ഒരു മരുഭൂയാത്രയുണ്ട്. ദേ ഹാവ് ടു ഗോ ത്രൂ എ വാലി ഓഫ് എ ഷാഡോ ഓഫ് ദ ഡെത്ത്. എന്താണ്? നമുക്ക് 23-ാം സങ്കീർത്തനം എന്താ പറയുന്നത് ഒന്ന് നോക്കാം. 23-ാം സങ്കീർത്തനം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. എന്താണ്? യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിന് അരികത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമം നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു. അടുത്ത വാക്യം ശ്രദ്ധിക്കണം. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. നോക്കണം പ്രിയമുള്ളവരെ, എന്താണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത്? കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും എന്ത് ചെയ്യുകയില്ല? ഭയപ്പെടുകയില്ല. എന്താ കാരണം? നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. അപ്പോൾ ഈ കൂരിരുൾ താഴ്വരയിൽ കൂടെ നടക്കുമ്പോൾ ഒരനർത്ഥവും ഭയപ്പെടാതിരിക്കുവാൻ എന്താണ് അവരെ ഭയത്തിൽ നിന്ന് മാറ്റുന്നത്? എന്താണ് അവർക്ക് ഭയമില്ലാതിരിക്കുന്നതിന് കാരണം? എന്താണ് പ്രിയമുള്ളവരെ? ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. നിന്റെ വടിയും കോലും. ഈ വടിയും കോലും എങ്ങനെയാണ് അവരെ ആശ്വസിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കൊരല്പം ചിന്തിച്ചു നോക്കാം. ഈ വടി എന്ന് പറയുന്നത് എന്താണ്? വടി എന്ന് പറയുന്നത് നമുക്ക് അറിയാം. സാധാരണഗതിയിൽ ആട്ടിടയന്മാർ ആടിനെ മേയ്ക്കുവാൻ ഉപയോഗിക്കുന്ന നീളമുള്ള ആ ഒരു വടിക്കാണ്, ആ ഇൻസ്ട്രുമെൻറ്റിനാണ്, ആ ഉപകരണത്തിനാണ് വടി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കോലെന്താണ്? ആ കോലെന്ന് പറയുന്നത് അതും ഒരു ഇൻസ്ട്രുമെൻ്റാണ്. പക്ഷേ എന്താണത്? ഇത്രയും നീളമില്ലാത്തതും ഈ വടിയെ സപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതുമായ ഒരു സപ്പോർട്ടിങ് ഇൻസ്ട്രുമെൻ്റാണ് കോലെന്ന് പറയുന്നത്. അപ്പോൾ വടി നീളമുള്ളത്, കോൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ വടി കോലും എന്താണെന്ന് മനസ്സിലായി പ്രിയമുള്ളവർ? നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുന്നെങ്കിൽ വടിയും കോലും എന്ന് പറയുന്നത്, നിങ്ങൾ ഈ വടിയും അതിന് നടുവിൽ കോലും വെച്ചാൽ എങ്ങനെയിരിക്കും? അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ക്രൂശാണ്, ഒരു ക്രൂശ്. ഈ വടിയും കോലും എന്ന് അതുകൊണ്ടാണ് പറഞ്ഞത്. എന്താണ്? കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും, മരണത്തിൻ്റെ താഴ്വരയിൽ കൂടി നടക്കേണ്ടി വന്നാലും ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം ഈ കുരിശ്, ഈ ക്രൂശ്, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് എന്നെ സംരക്ഷിക്കും. അത് എനിക്ക് ആശ്വാസമായിരിക്കും. പ്രിയമുള്ളവരെ, മരുഭൂമിയിലൂടെ ഈ ഇസ്രായേൽ ജനത്തെ എങ്ങനെ നടത്തി? എവിടോട്ട് കൊണ്ടുപോവുകയാണ്? കനാൻ ദേശത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. കനാൻ ദേശത്ത് കൊണ്ടുപോകുമ്പോൾ അവരുടെ യാത്ര എങ്ങനെയാണ് ആരംഭിച്ചത്? മരുഭൂമിയിലൂടെ. ആ മരുഭൂമി എങ്ങനെയാണ് ദൈവം അവിടെ വിശദീകരിച്ചിരിക്കുന്നത്? അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് എങ്ങനെയുള്ള മരുഭൂമിയാണെന്നാണ് നമ്മൾ കണ്ടത്. നമ്മൾ ആ ഭാഗത്ത് യെരമ്യാ പ്രവചനം 2-ാം അധ്യായം 6-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഞങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ച് പാഴ്നിലവും കുഴികളുമുള്ള ദേശമായി, വരൾച്ചയും കൂരിരുളുമുള്ള ദേശമായി, മനുഷ്യ സഞ്ചാരമോ ആൾപ്പാർപ്പോ ഇല്ലാത്ത ദേശമായ മരുഭൂമിയിൽ കൂടെ ഞങ്ങളെ നടത്തിക്കൊണ്ട് വന്ന യഹോവ എവിടെ എന്ന് അവർ ചോദിച്ചില്ല എന്നാണ് ഈ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. സങ്കീർത്തനക്കാരൻ എന്താ പറയുന്നത്? കൂരിരുൾ താഴ്വരയിൽ കൂടെ, മരണത്തിൻ്റെ താഴ്വരയിൽ കൂടെ, ദോ ഐ വാക്ക് ത്രൂ ദ വാലി ഓഫ് ദ ഷാഡോ ഓഫ് ഡെത്ത് ഐ വിൽ ഫിയർ നോ ഈവിൾ എന്നാണ്. വൈ വേർ ദേ നോട്ട് ടു ഫിയർ? വൈ വേർ ദേ ടു ഫിയർ നോ ഈവിൾ? എന്തുകൊണ്ടാണ് അവർക്ക് ഒരു അനർത്ഥത്തെയും ഭയപ്പെടാനില്ലാതിരിക്കുന്നത്? കാരണം എന്താണ്? നിൻ്റെ വടിയും കോലും. എന്താണ് ഈ വടിയും കോലും എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് അത് എനിക്ക് ആശ്വാസം നൽകുമെന്ന് സങ്കീർത്തനക്കാരൻ പറയാനിടയായത്. ഈ വടിയെക്കുറിച്ച് നമ്മൾ അല്പം കൂടി ചിന്തിച്ചാൽ, പുറപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നമുക്കറിയാം, കർത്താവ് യഹോവയെ ദൈവം മോശയെ ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് വിടുവിക്കാൻ തക്കവണ്ണം മോശയെ വിളിക്കുകയാണ്.
മോശ വിളിക്കുമ്പോൾ പലവിധമായ ഒഴിവ് കഴിവുകൾ മോശ പറയുന്നുണ്ട്. എനിക്ക് പോകാൻ താല്പര്യമില്ല, ബുദ്ധിമുട്ടുകളുണ്ട്, പലതും പറയുന്നു. അവസാനം ദൈവം മോശയോട് ചോദിക്കുകയാണ്, നിൻ്റെ കയ്യിൽ എന്ത് ഉണ്ട് എന്ന്. പുറപ്പാട് പുസ്തകം 4-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ 2, 3, 4 വാക്യങ്ങളൊക്കെ ഈ കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. നമുക്കത് പരിശോധിക്കാം. അത് മോശയോട് ദൈവം ചോദിക്കുകയാണ്, നിൻ്റെ കയ്യിൽ എന്തുണ്ട്? മോശ പറയുന്നു, ഒരു വടി. ദൈവം പറഞ്ഞു, ആ വടി ഒന്ന് നിലത്തിടുക. ആ വടി നിലത്തിടാൻ പറഞ്ഞു. അങ്ങനെ നിലത്തിട്ടപ്പോൾ എന്തായി? അത് നിലത്തിടുക എന്ന് കൽപ്പിച്ചു. അവനത് നിലത്തിട്ടു. അതൊരു സർപ്പമായി തീർന്നു. മോശ അതിനെ കണ്ട് ഓടിപ്പോയി. നോക്കണം, എത്ര രസകരമായ ഒരു കാര്യമാണ്. യഹോവ മോശയോട് ചോദിക്കുകയാണ്, നിൻ്റെ കയ്യിൽ എന്തുണ്ട്? മോശ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു വടിയുണ്ട്. നമ്മൾ സങ്കീർത്തനത്തിൽ വടിയും കോലും കണ്ടു. മോശയുടെ കയ്യിൽ ഒരു വടിയുണ്ട്. ഈ മോശയുടെ കയ്യിലിരുന്ന ഈ വടിയാണ് ഇപ്പോൾ നിലത്തിട്ടു, അത് സർപ്പമായി തീർന്നു. ദൈവം മോശയോട് പറഞ്ഞു, അടുത്ത വാക്യം നമ്മൾ വായിച്ചു, നിൻ്റെ കൈ നീട്ടി അതിനെ വാലിന് പിടിക്കുക എന്ന് കൽപ്പിച്ചു. അവൻ കൈ നീട്ടി അതിനെ പിടിച്ചു, അതവൻ്റെ കയ്യിൽ വടിയായി തീർന്നു. ഇത് അബ്രഹാമിൻ്റെ ദൈവവും ഇസാക്കിൻ്റെ ദൈവവും യാക്കോവിൻ്റെ ദൈവവുമായി അവരുടെ പിതാക്കന്മാരുടെ ദൈവമായി യഹോവ നിനക്ക് പ്രത്യക്ഷനായി എന്നവർ വിശ്വസിക്കേണ്ടതിനാകുന്നു. അപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു, ഈ വടി എടുത്തോളാൻ. ഈ വടിയും കൊണ്ടാണ് മോശ എങ്ങോട്ട് പോകുന്നത്? മിസ്രൈമിലേക്ക് ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ. ഈ വടിയാണ് മിസ്രൈമിൽ ദൈവം അയച്ചതായ ബാധ ഒന്നും ഇസ്രായേൽ ജനത്തെ ബാധിക്കാതെ വണ്ണം അവരെ സംരക്ഷിച്ചത് ഈ വടിയാണ്. നമ്മൾ എന്താണ് കണ്ടത്? സങ്കീർത്തനത്തിൽ, നിൻ്റെ വടിയും കോലും എന്നെ എന്ത് ചെയ്യുന്നു? സംരക്ഷിക്കുന്നു, എനിക്ക് ആശ്വാസം നൽകുന്നു. ഇതിൽ നിന്ന് ഒരനർത്ഥവും വരാതെ വണ്ണം, ഒരനർത്ഥവും എനിക്ക് ഭവിക്കാതിരിക്കുവാൻ മിസ്രൈമിൽ ദൈവജനത്തിന് ഒരനർത്ഥവും സംഭവിക്കാതെ ഈ വടി അവരെ എല്ലാവിധമായ ബാധയിൽ നിന്നും സംരക്ഷിച്ചു. വീണ്ടും നമുക്ക് പരിശോധിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഈ വടിയുടെ കൂടുതൽ അർത്ഥവ്യാപ്തിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയും. ഈ വടിയാണ് അവർ നടന്നു വന്ന യാത്രയിൽ ചെങ്കടലിൻ്റെ നടുവിലെത്തിയപ്പോൾ ചെങ്കടലിനെ രണ്ടായി പിളർത്തുവാൻ. നോക്കണം, ചെങ്കടലിൻ്റെ നടുവിലെത്തിയപ്പോൾ എങ്ങനെയാണ്? ചെങ്കടൽ അവരുടെ മുമ്പിൽ ഇനി മരണം മാത്രം സുനിശ്ചയം. അവർക്കിനി ഒരടി മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. മിസ്രൈമിൽ നിന്ന് അവർ കടന്നു വന്നു. അവർ ചെങ്കടലിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഇനി ഒരടി പോലും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. മുന്നോട്ട് പോയാൽ അവർക്ക് അവരുടെ മുമ്പിൽ മരണം മാത്രം. അപ്പം മരണം സുനിശ്ചിതമായി ഇരിക്കുന്ന ഒരവസരത്തിൽ പുറമോട്ട് നോക്കാൻ അവർക്ക് കഴിയത്തില്ല. പുറമോട്ട് നോക്കിയാൽ പുറമോട്ട് പോകാൻ അവർക്ക് കഴിയത്തില്ല. കാരണം എന്താണ്? ഫറവോൻ്റെ സൈന്യം അവരെ പിന്തുടർന്ന് വരുന്നു. നോക്കണം പ്രിയമുള്ളവരെ, കനാൻ ദേശത്തേക്കുള്ള യാത്രയിലാണവർ. ആദ്യമേ എവിടെ പോകണം? ഏത് വഴി പോകണം? ഒരു മരണത്തിൻ്റെ താഴ്വരയിലൂടെ, ഒരു കൂരിരുൾ താഴ്വരയിലൂടെ കടന്നു പോകണം. ഞാനും നിങ്ങളും പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും സ്വർഗീയ കനാലിലേക്കുള്ള യാത്രയിലേക്കാണ് നമ്മൾ യാത്ര തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വർഗീയ കനാലിൽ എത്തണമെങ്കിൽ, സ്വർഗീയ കനാലിൽ നമുക്ക് എത്തണമെങ്കിൽ നമ്മുടെ യാത്ര ഒരു കൂരിരുൾ താഴ്വരയിലൂടെ കടന്നു പോകണം. നമുക്കൊരു മരുഭൂയാത്രയുണ്ട്. ആ മരുഭൂമിയിലൂടെ കടന്നു പോയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? സ്വർഗീയ കനാലിൽ എത്താൻ പറ്റത്തുള്ളൂ. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ, സ്വർഗീയ കനാലിൽ എത്തുവാൻ ആഗ്രഹിക്കുന്ന, യാത്ര തിരിക്കുന്ന എല്ലാവരും ഒരു മരുഭൂയാത്രയിലൂടെ പോയാൽ മാത്രമേ അവിടെ എത്തുകയുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആ മരുഭൂയാത്ര എത്ര മരണത്തിൻ്റെ താഴ്വരയായാലും, അവിടെ ആൾപ്പാർപ്പില്ലാത്തതായാലും, അത് കൂരിരുൾ താഴ്വരയായാലും, നിനക്ക് ഒരനർത്ഥവും വരാതെ വണ്ണം ഞാൻ എന്ന് പറഞ്ഞാൽ ഈ വടിയും കോലും, അത് കർത്താവ് യേശു ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്ന ആ ക്രൂശ് മരണമാണ്. അത് നിന്നെ ആശ്വസിപ്പിക്കും. ഇനിയും നമുക്ക് നോക്കാം ഈ വടിയുടെ പ്രത്യേകതകൾ. നമ്മൾ നോക്കുമ്പോൾ സംഖ്യാപുസ്തകം 21-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം നമ്മൾ എടുത്താൽ, അങ്ങനെ മോശ താമ്രം കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിൽ തൂക്കി. പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ട് അവൻ താമ്രസർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. നോക്കണം പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ ഈ വടിയുടെ പ്രത്യേകതകൾ കണ്ടുവരികയാണ്. മോശ ആ വടിയുമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് വന്നത്. ഇപ്പോൾ വീണ്ടും അവരെവിടെ എത്തിയിരിക്കുന്നു? അവരെ ചുറ്റിത്തിരിഞ്ഞ് കറങ്ങിത്തിരിഞ്ഞ് ഒരു പ്രത്യേക സ്ഥലത്ത് വന്ന് നിൽക്കുകയാണ്. എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഇവിടെ എത്തിയപ്പോൾ അവരെ അഗ്നിസർപ്പം കടിക്കുകയാണ്. നമ്മൾ മുമ്പേ വായിച്ചായിരുന്നു. എവിടെ, എങ്ങനെയുള്ള മരുഭൂമി എന്നാണ് വായിച്ചത്? അഗ്നിസർപ്പമുള്ളതായ മരുഭൂമി. എങ്ങനെയുള്ള മരുഭൂമി? അഗ്നിസർപ്പവും തേളും വെള്ളമില്ലാത്ത വരൾച്ചയുമുള്ളതായ വലിയതും ഭയങ്കരമായ മരുഭൂമി എന്ന് നമ്മളാണ് വേദപുസ്തകത്തിൽ കണ്ടു. അപ്പോൾ ഇവിടെ ഇപ്പോൾ അഗ്നിസർപ്പമുള്ളതായ മരുഭൂമിയിൽ അവരെത്തിയിരിക്കുകയാണ്. അഗ്നിസർപ്പമുള്ളതായ മരുഭൂമിയിൽ അഗ്നിസർപ്പം അവരെ കടിക്കുന്നു. കടി കൊള്ളുന്നവനെല്ലാം മരിച്ചു വീഴുന്നു. ഒരു നിവൃത്തിയുമില്ല. കടി കൊള്ളുന്ന മാത്രയിൽ തന്നെ
അവർക്ക് ജീവിക്കാൻ ഒരു അവസരമില്ലാതെ മരിച്ചു വീഴുകയാണ്. എല്ലാവരും ഭയപ്പെട്ടു. മോശയുടെ അടുക്കൽ വരികയാണ്. മോശയുടെ അടുക്കൽ വന്ന് പറയുകയാണ്, ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങൾ തെറ്റ് ചെയ്തു, നിന്നോടും ദൈവത്തോടും പാപം ചെയ്തു, ഞങ്ങളുടെ പാപം ക്ഷമിക്കണം. മാത്രമല്ല ഈ അഗ്നിസർപ്പത്തെ ഇവിടെ നിന്ന് മാറ്റാൻ നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, മോശയ്ക്ക് നിവൃത്തിയില്ലാതെ ദൈവത്തിൻ്റെ ജനം പറയുമ്പോൾ അതനുസരിക്കണമല്ലോ അവർക്ക് വേണ്ടി. കാരണം മോശയാണല്ലോ അവരെ നയിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവരുടെ ആവശ്യപ്രകാരം മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ യഥാർത്ഥമായും ദൈവം അഗ്നിസർപ്പത്തെ മാറ്റുകയല്ലേ ചെയ്യേണ്ടത്? മറിച്ച് ദൈവം എന്താണ് മോശയോട് മറുപടി പറഞ്ഞത്? അതാണ് നമ്മൾ വായിച്ചത് 9-ാമത്തെ വാക്യം. മോശയോട് പറഞ്ഞു, നീ ഒരു താമ്രസർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിൽ തൂക്കുക. പിന്നെ സർപ്പം ആരെയെങ്കിലും കടിച്ചിട്ട് അവൻ താമ്രസർപ്പത്തെ നോക്കിയാൽ ജീവിക്കും. നോക്കണം. അപ്പോൾ സർപ്പത്തെ മാറ്റാൻ പറഞ്ഞു. ദൈവം കൊടുത്ത മറുപടി എന്താണ്? സർപ്പത്തെ ഞാൻ മാറ്റത്തില്ല. അതുകൊണ്ടാണല്ലോ സർപ്പം ഇനിയും കടിച്ചാൽ, അപ്പോൾ സർപ്പം അവിടെ തന്നെയുണ്ട്. ദൈവം പറയുകയാണ്, സർപ്പം അവിടെ തന്നെ ഉണ്ടാകും. ഇനിയും പലരെയും കടിച്ചെന്നിരിക്കും. പക്ഷേ കടിക്കുന്നവന് മരിക്കാതിരിക്കുവാൻ ഇതാ ഞാനൊരു മാർഗം വെച്ചിരിക്കുന്നു. എന്താണ് ആ മാർഗം? പിത്തള കൊണ്ടൊരു സർപ്പമുണ്ടാക്കി. ആ സർപ്പത്തെ എന്ത് ചെയ്യണം? കൊടിമരത്തിൽ തൂക്കണം. ആരെങ്കിലും ആ കൊടിമരത്തേൽ നോക്കിയാൽ, ഈ വടിയും കോലും ആരെങ്കിലും അതിനെ നോക്കിയാൽ, നോക്കുന്നവൻ എന്ത് ചെയ്യും? നോക്കുന്നവൻ ജീവിക്കും. അപ്പോൾ അതൊരു ഡെമോൺസ്ട്രേഷനാണ്. എന്തിൻ്റെ ഡെമോൺസ്ട്രേഷൻ? വിശ്വാസത്തിൻ്റെ ഡെമോൺസ്ട്രേഷനാണ്. വിശ്വാസത്തോടെ നോക്കുന്നവനാണ് ജീവിക്കുന്നത്. വെറുതെ നോക്കുന്നവൻ ജീവിക്കുകയില്ല. വിശ്വാസത്തോടെ നോക്കുന്നവൻ ജീവിക്കും. നോക്കിയാൽ മാത്രം പോരാ പ്രിയമുള്ളവരെ, അവിടെ നോക്കിയാൽ മാത്രം പോരാ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലൊക്കെ ഒന്ന് കടന്നു ചെല്ലാമെങ്കിൽ അവിടെ കർത്താവായ യേശുക്രിസ്തുവിനെ യോഹന്നാൻ ചൂണ്ടിക്കാണിക്കുന്നു. യോഹന്നാൻ 1-ാമത്തെ അധ്യായം 29-ാമത്തെ വാക്യം. എന്താണ് യോഹന്നാൻ ചൂണ്ടിക്കാണിക്കുന്നത്? ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നാണ്. നോക്കണം, അവിടെ ബിഹോൾഡ് ദ ലാംബ് ഓഫ് ഗോഡ് വിച്ച് ടേക്കത്ത് അവേ ദ സിൻ ഓഫ് ദ വേൾഡ് എന്നാണ് യോഹന്നാൻ പറയുന്നത്. അപ്പോൾ ബിഹോൾഡ് എന്ന പദത്തെ നമ്മൾ പരിശോധിക്കാമെങ്കിൽ ഗ്രീക്ക് ഭാഷയിൽ അതിന് ഗെയ്സിങ് എന്നാണ്. ഇനി ഗെയ്സിങ് എന്നതിൻ്റെ അർത്ഥം നമ്മൾ നോക്കാമെങ്കിൽ ലുക്കിംഗ് സ്റ്റെഡ്ഫാസ്റ്റ്, ലുക്കിംഗ് ഇൻ അസ്റ്റോണിഷ്മെൻറ്റ് എന്നാണ്. എന്ന് വെച്ചാൽ എന്താണ്? എന്തോ പ്രത്യേകതയോടുകൂടി. ഞാനൊരു ഉദാഹരണം പറയാം. നമുക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ഒരു വസ്തു നമ്മുടെ മുമ്പാകെ കടന്നു വന്നാൽ, വളരെ സൗന്ദര്യമുള്ളതായ ഏതെങ്കിലും ഒരു സാധനം നമ്മുടെ മുമ്പിൽ നമുക്ക് കിട്ടിയാൽ നമ്മളതിനെ വെറുതെ ഒന്ന് നോക്കിയിട്ട് പോകുമോ, അതോ നമ്മളതിനെ നോക്കിക്കൊണ്ടിരിക്കുമോ? 2 പദങ്ങളുണ്ട്. ഒന്ന് ഗെയ്സിങ്, വേറൊന്ന് ഗ്ലാൻസിങ്. ഗ്ലാൻസിങ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറയാറില്ലേ, ഐ ജസ്റ്റ് ഹാഡ് എ ഗ്ലാൻസ്, ഞാൻ അതിനെ ഒന്ന് ഓടിച്ചു നോക്കി. മറ്റേതെന്താണ്? ഗെയ്സിങ്. എന്താണ് അതിൻ്റെ അർത്ഥം? നോക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ സർപ്പത്തിൻ്റെ കടിയേറ്റവൻ ഗെയ്സ് ചെയ്താൽ, നോക്കിക്കൊണ്ടേയിരുന്നാൽ, വിശ്വാസത്തോടെ നോക്കിയാൽ, ഈ ഉയർത്തപ്പെട്ടിരിക്കുന്ന സർപ്പം, ഇത് ഉയർത്തപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവാണ്. ഞാനോ ഉയർത്തപ്പെട്ടാൽ എല്ലാവരും എങ്കിലേക്ക് ആകർഷിക്കപ്പെടും എന്ന വാക്യം ക്രിസ്തുവിനെ ഇവിടെ ഉയർത്തിയിരിക്കുന്നത്. ആ ക്രിസ്തു എൻ്റെ കുരിശാണ്, എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമാണ്. അതുകൊണ്ട് ഈ അഗ്നിസർപ്പത്തിൻ്റെ മരണത്തിൻ്റെ താഴ്വരയിലൂടെ എനിക്ക് നടക്കേണ്ടി വന്നാൽ, ഞാൻ വിശ്വാസത്തോടെ നോക്കുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കുന്ന, എന്നെ വീണ്ടെടുക്കുന്ന, എന്നെ ഈ അഗ്നിസർപ്പത്തിൽ വിടുവിക്കുന്ന ഒരു യേശു എനിക്കുണ്ട്, ഒരു ദൈവം എനിക്കുണ്ട് എന്ന വിശ്വാസത്തോടെ അതിനെ നോക്കുന്നവൻ ജീവിക്കും. അങ്ങനെയാണ് നമ്മൾ ഈ വാക്യത്തിൽ കണ്ടത്. പ്രിയമുള്ളവരെ, അഗ്നിസർപ്പത്തെ നോക്കുന്നവൻ ജീവിക്കും. അപ്പോൾ നോക്കാത്തവരുടെ സ്ഥിതി എന്തായിരിക്കും? യേശുവിനെ നോക്കിയാൽ സംഭവിക്കുന്നത് എന്താണ്? പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. സർപ്പത്തിൻ്റെ കടി കൊണ്ടപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വിഷം നമ്മുടെ ഞരമ്പുകളിലൂടെ കയറുകയാണ്. ഇത് സാധാരണ വിഷമല്ല. അഗ്നിസർപ്പം എന്ന് വെച്ചാൽ കടി കൊണ്ടാൽ ഉടൻ മരിക്കുന്ന വിഷം. അങ്ങനെ വിഷം നമ്മുടെ ശരീരത്തിൽ കയറിയപ്പോൾ നമ്മൾ വിഷലബ്ധമായി മാറി. എന്താണ് പരിഹാരം? ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ വിഷം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകണം. നമ്മുടെ ഞരമ്പുകളിൽ നിന്ന് ഈ വിഷം ഇറങ്ങിപ്പോയാലേ നമ്മൾ ജീവിക്കത്തുള്ളൂ. പക്ഷേ ഇവിടെ ഒരു അത്ഭുതം നടക്കുകയാണ്. എന്താണ് അത്ഭുതം? ഈ ഉയർത്തപ്പെട്ട സർപ്പത്തെ നോക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ സിരകളിൽ, നമ്മുടെ ശരീരത്തിൻ്റെ ഞരമ്പുകളിൽ കയറിയിരിക്കുന്നതായ വിഷം ഇറങ്ങിപ്പോവുകയും നമ്മൾ ജീവിക്കുകയും ചെയ്യുകയാണ്. എന്തൊരു അത്ഭുതമാണ് പ്രിയമുള്ളവരെ!
നോക്കണം. അതുകൊണ്ടാണ് പാപത്തിൻ്റെ കഠോര ഹസ്തങ്ങളിൽ അകപ്പെട്ട് മരണത്തിന് മാത്രം വിധിക്കപ്പെട്ട മരിക്കുവാൻ പോകുന്ന വ്യക്തി ക്രൂശിനെ നോക്കിയാൽ, കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കിയാൽ, അവൻ്റെ ശരീരത്തിലെ പാപത്തിൻ്റെ വിഷം, ഈ കഠോരമായ വിഷം ഇറങ്ങിപ്പോയിട്ട്, അവൻ്റെ ഞരമ്പിൽ നിന്നെല്ലാം ഇറങ്ങിപ്പോയിട്ട് അവൻ സൗഖ്യമുള്ളവനായി മാറുകയും അവൻ ജീവിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞത്, കൂരിരുൾ താഴ്വരയിൽ കൂടെ, എന്ന് വെച്ചാൽ മരണത്തിൻ്റെ താഴ്വരയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നാലും ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം എന്നെ ആ വടിയും കോലും ആശ്വസിപ്പിക്കും. എന്നെ ദൈവത്തിൻ്റെ പുത്രൻ കർത്താവായ യേശുക്രിസ്തു ആ ക്രൂശിൽ മരിച്ച മരണത്തിലൂടെ, ആ യാഗത്തിലൂടെ, എൻ്റെ ശരീരത്തിലൂടെ ഓടുന്നതായ പാപത്തിൻ്റെ വിഷത്തെ മാറ്റിക്കളഞ്ഞിട്ട് എന്നിലേക്ക് ജീവൻ്റെ രക്തമയച്ച് എനിക്കൊരു എന്താ പറയുക, ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തിക്കൊണ്ട് എൻ്റെ ശരീരത്തിലൂടെ രക്തം കയറ്റി ഇറക്കിക്കൊണ്ട്, ആ ജീവിക്കുന്ന രക്തം എന്നിലേക്ക് കയറ്റി ഇറക്കിക്കൊണ്ട് എന്നെ ജീവനിലേക്ക് നയിക്കുന്നതായ ഒരനുഭവത്തിലേക്ക്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, സ്വർഗീയ കനാലിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്ന ഞാനും നിങ്ങളും എന്ത് ചെയ്യണം? ഈ ഒരു നോട്ടം നമുക്ക് ആവശ്യമാണ്. ഈ ഒരു മരുഭൂ യാത്ര നമുക്ക് ആവശ്യമാണ്. ഈ മരുഭൂ യാത്രയിലൂടെ, ഈ കൂരിരുൾ താഴ്വരയിലൂടെ അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റവരിൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വിഷത്തെ ഇറക്കുവാൻ ഈ മരുഭൂ യാത്രയിൽ ഞാനും നിങ്ങളും ഉയർത്തപ്പെട്ട ക്രിസ്തുവിനെ നോക്കുമെങ്കിൽ, ഉയർത്തപ്പെട്ട ക്രിസ്തുവിനെ നോക്കിയാൽ ആ ക്രിസ്തു നമ്മളെല്ലാവരെയും അവങ്കിലേക്ക് ആകർഷിക്കും. നമുക്ക് ഒരനർത്ഥവും ഭവിക്കുകയില്ല. ഒരനർത്ഥവും ഭവിക്കാതെ വണ്ണം ദൈവം നമ്മളെ ഈ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞ ആ സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അടുത്ത വാക്യം പറയുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ ശത്രുക്കൾ കാൺകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാൺകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. നോക്കണം, ഇസ്രായേൽ മക്കൾ ഈ മരുഭൂയാത്രയിൽ അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റ് മരിച്ചു. അപ്പോൾ ഉയർത്തപ്പെട്ട സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു. അതുപോലെ എന്താണെന്ന് പറഞ്ഞത്? ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. നോക്കണം, അവർക്ക് സ്വർഗത്തിൽ നിന്ന് ദൈവം സ്വർഗീയമായ മന്ന ഇറക്കിക്കൊടുത്ത് അവരെ ഭക്ഷിപ്പിച്ചില്ലേ, അവരെ പോഷിപ്പിച്ചില്ലേ? നോക്കണം, സങ്കീർത്തനക്കാരൻ എത്ര അത്ഭുതകരമായി നമ്മോട് പറയുകയാണ്, ഈ മരുഭൂയാത്രയിൽ ദൈവം നിന്നെ മന്ന കൊണ്ട് പോഷിപ്പിക്കും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. പ്രിയമുള്ളവരെ, ഇതാണോ എൻ്റെയും നിങ്ങളുടെയും താല്പര്യം? സങ്കീർത്തനക്കാരനോട് ചേർന്ന് നമുക്ക് പറയാൻ കഴിയുമോ? എൻ്റെ ആയുഷ്കാലമൊക്കെയും എൻ്റെ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ഇതാണോ നമ്മളുടെ താല്പര്യവും ആഗ്രഹവും? പ്രിയമുള്ളവരെ, ഇതാണ് നമ്മുടെ താല്പര്യമെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മളെ സംരക്ഷിക്കുന്ന, നമുക്ക് ആശ്വാസമേൽക്കുന്ന ഒരു വടിയും കോലും, ഒരു ക്രൂശിതനായ യേശു നമുക്ക് വേണ്ടിയുണ്ട്. ആ ക്രൂശിനെ നമുക്ക് നോക്കാം. വെറുതെ നോക്കുകയല്ല, നോട്ട് എ ഗ്ലാൻസ് ബട്ട് എ ഗേസ്. നമുക്കതിനെ നോക്കാം, നോക്കിക്കൊണ്ടേയിരിക്കാം. അങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഈ വിഷം ഇറങ്ങിപ്പോകും, നമ്മൾക്ക് രൂപാന്തരമുണ്ടാകും. അങ്ങനെ രൂപാന്തരം പ്രാപിക്കുവാനായി തീരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് ആ ക്രൂശിനെ നോക്കുവാനുള്ള തീരുമാനമെടുക്കാം. ആ ക്രൂശ് നമ്മളെ ആശ്വസിപ്പിക്കും, മരണത്തിൽ നമ്മളെ വിടുവിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുന്ന് പ്രദർശിക്കാൻ സ്തോത്രം. ആ ക്രൂശിനെ നോക്കി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിക്കാൻ നന്ദി പറയുന്നു. സകലതും യേശു നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു.